CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കണ്ണൂരിൽ നിന്ന് ആരെത്തുമെന്നതാണ് ആകാംക്ഷ. പി ശശി, പി ജയരാജൻ, MV ജയരാജൻ എന്നിവരിൽ ഒരാൾക്കാണ് സാധ്യത. ഇത്തവണ സെക്രട്ടേറിയറ്റിൽ എത്തിയില്ലെങ്കിൽ പി ജയരാജന് ഇനി അവസരവുമില്ല. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ കല്യാട്, ഈ ആരെത്തും എന്നുള്ളതാണ് ചോദ്യം. രണ്ട് ജയരാജന്മാരും പിന്നെ പി ശശിയുമാണ് സെക്രട്ടേറിയറ്റിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളവരിൽ 3 പേരായിട്ട് കൽപ്പിക്കപ്പെടുന്നത്. പി ജയരാജന് ഇത്തവണ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇക്കുറി ഇല്ലെങ്കിൽ ഇനി ഇല്ല എന്ന നിലയുമാണ്. ആർക്കാണ് സാധ്യത അർജുൻ കല്യാൺ ഒന്ന് പ്രവചിച്ചാൽ? അരുണെ, സമ്മേളനം നടക്കുന്നത് കൊല്ലത്താണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷയായി നിലനിൽക്കുന്നത് കണ്ണൂരിൽ നിന്ന് ആരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടക്കുമ്പോഴും പി ജയരാജൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. പി ജയരാജൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷ പാർട്ടി അണികളിൽ ശക്തമായ രീതിയിലുണ്ടായിരുന്നു. പക്ഷേ പി ജയരാജനെ പരിഗണിച്ചില്ല. പി ജയരാജനുമായി ബന്ധപ്പെട്ട് ചില വ്യക്തിപൂജാ വിവാദങ്ങൾ, അതൊക്കെയാണ് പി ജയരാജന് തടസ്സമായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തവണയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കണ്ണൂരിൽ നിന്ന് ഒരാൾ ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അത് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്ന ഒരു ആകാംക്ഷ. അതിൽ പി ശശി, അതുപോലെ തന്നെ പി ജയരാജൻ, MV ജയരാജൻ, ഈ 3-ൽ ഒരാളായിരിക്കും എന്നുള്ള കാര്യവും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പക്ഷേ പി ജയരാജൻ ഇക്കുറി ഇല്ലെങ്കിൽ പിന്നീടില്ല. കാരണം 72 വയസ്സ് ഇപ്പോൾ പി ജയരാജന് പൂർത്തിയായിട്ടുണ്ട്. അടുത്ത സമ്മേളനം 3 വർഷത്തിന് ശേഷം നടക്കുമ്പോൾ പി ജയരാജന് 75 വയസ്സ് പിന്നിടും. അപ്പോൾ സ്വാഭാവികമായും പി ജയരാജന് പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന കമ്മിറ്റിയിലോ തന്നെ തുടരാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് പി ജയരാജൻ ഇക്കുറി എത്തിയില്ലെങ്കിൽ പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന കമ്മിറ്റിയിലോ പി ജയരാജന് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതുള്ളത്. അതിന് പുറമെ പി ശശി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. പി ശശിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്താനുമുള്ള ചില ആലോചനകൾ, ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ പി ശശി എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പോസ്റ്റ് ഒഴിവ് വരും. ആ ഒഴിവിലേക്ക് MV ജയരാജനെ പരിഗണിക്കുകയും MV ജയരാജനെ പരിഗണിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിവ് വരികയും ആ ഒഴിവിലേക്ക് TV രാജേഷിനെയോ KK രാഗേഷിനെയോ, കണ്ണൂരിൽ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ തന്നെ TV രാജേഷിൻ്റെയും KK രാഗേഷിൻ്റെയും ഒക്കെ പേരുകൾ പറഞ്ഞു കേട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു കാര്യം കൂടി വരാനുള്ള സാധ്യതയുണ്ട്. പി ശശി ഈ പി ജയരാജനേക്കാളും MV ജയരാജനേക്കാളും മുൻപ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയതാണ്. പിന്നീട് പാർട്ടി സംഘടനാ നടപടി സ്വീകരിച്ച് താഴെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച് പിന്നീട് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം എറണാകുളത്താണ് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നത്. അപ്പോൾ സീനിയോറിറ്റി കൂടി പി ശശിക്ക് അനുകൂലമായി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരം വിവാദങ്ങൾ, പി ജയരാജനെ സംബന്ധിച്ച് വ്യക്തിപൂജാ വിവാദവും മനു തോമസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും എല്ലാം തന്നെ വലിയ രീതിയിൽ പി ജയരാജനെ അലട്ടുന്നുണ്ട്. പി ശശിയെ സംബന്ധിച്ച് അച്ചടക്ക നടപടി നേരിട്ടതുൾപ്പെടെ അതുപോലെ തന്നെ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പോസ്റ്റിലിരുന്ന ചില സ്വർണ്ണക്കടത്തുകാർക്ക് ഒത്താശ നൽകുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം പി ശശിക്ക് നേരെ ഉണ്ടായിരുന്നു. പക്ഷേ MV ജയരാജനെ സംബന്ധിച്ച് ഇത്തരമുള്ള രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ആരോപണങ്ങളൊന്നും MV ജയരാജനില്ല. അതുകൊണ്ട് തന്നെ ഈ സീനിയോറിറ്റി പി ശശിയെയും പി ജയരാജനെയും മറികടന്ന് MV ജയരാജൻ അഥവാ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും കൊല്ലത്ത് സമ്മേളനത്തിൻ്റെ ആവേശം, ഒരു ചുവപ്പൻ ആവേശം കൊല്ലത്താകെ അലയടിക്കുമ്പോൾ കണ്ണൂരിലെ പാർട്ടി അണികളും പാർട്ടി പ്രവർത്തകരും വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ആരായിരിക്കും കണ്ണൂരിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക? പി ജയരാജനാണ്, അല്ലെ അങ്ങനെ ആവണമെന്നുള്ള അണികളിൽ ശക്തമായ വികാരമുണ്ട്. MV ജയരാജനാണെങ്കിലും അത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ MV ഗോവിന്ദനുമൊക്കെ താല്പര്യമുള്ള ഒരു നേതാവാണ്. പി ശശിയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ വളരെ അടുത്തുള്ള VS-ൻ്റെയും പിണറായിയുടെയും പോര് നടക്കുന്ന കാലത്ത് ഒരു കരുത്തു കോട്ടയായി കണ്ണൂരിനെ കാത്തിട്ടുള്ള ജില്ലാ സെക്രട്ടറിയാണ് അന്ന് പി ശശി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ താല്പര്യം പരിഗണിച്ചാണ് എന്ന രീതിയിലുള്ള ഒരു കാര്യമായി വരികയും ചെയ്യും. എന്തായാലും വലിയ ആവേശം കണ്ണൂരിലും സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. അതിലേറെ ആകാംക്ഷയായി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കണ്ണൂരിൽ നിന്നും ആരെത്തുമെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അർജുൻ കല്യാട് കൊല്ലത്തേക്ക് വരുന്നില്ലേ? കണ്ണൂരിൽ തന്നെ നിൽക്കുകയാണോ? നിങ്ങൾക്ക് CPM സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ കൊല്ലത്ത് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ജയരാജ സഖാവ് താങ്കളെ വിളിക്കുന്നത് അർജുന എന്നാണല്ലോ. തീർച്ചയായിട്ടും സമ്മേളനം ആവേശം കൊട്ടിക്കയറുകയാണ്. കയ്യൂരിൽ നിന്നും പതാകജാഥ കൊല്ലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പതാകജാഥ കൊല്ലത്തെത്തുമ്പോൾ ഞാനും കൊല്ലത്തുണ്ടാവും. ഓക്കെ, താങ്ക് യു അർജുൻ കല്യാൺ. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.